ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും വലിയതുമായ ഒരു ബൗദ്ധമത ക്ഷേത്രമായ തവാങ് മൊണസ്ട്രിയെ കുറിച്ചാണ്. ഇത് വെറും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അതിന്റെ പാരമ്പര്യവും ശില്പകലയും നമ്മുടെ മനസ്സിനെ തികച്ചും ആകർഷിക്കും. നിങ്ങൾ നേരത്തെ വീഡിയോ, അതായത് ഇതിനു മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എവിടെയാണ് ഈ തവാങ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. തവാങ് മൊണസ്ട്രി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടി ഉയരത്തിൽ മനോഹരമായ ഹിമപർവ്വതങ്ങൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മൊണസ്ട്രി സ്ഥാപിച്ചത് 17-ാം നൂറ്റാണ്ടിൽ മെറാക് ലമ ലോഡ്രെ ഗ്യാസ്റ്റോ എന്ന ബൗദ്ധ സന്യാസിയാണ്. ഇവിടെ പിന്തുടരുന്നത് ടിബറ്റൻ ബുദ്ധിസമാണ്. ദലൈലാമയുടെ അനുഗ്രഹത്തോടെ തന്നെ ഈ മൊണസ്ട്രി സ്ഥാപിതമായതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. തേജ്പൂർ, ബോംഡില എന്നിവയിലൂടെയാണ് എത്താവുന്നത്. മഴക്കാലം ഒഴികെ മറ്റു കാലങ്ങളിലാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഇത്രയും നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നത് സാധാരണ നമ്മൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താല് അവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ അവിടെ കണ്ട കാഴ്ചകളും അല്ലെങ്കിൽ എനിക്ക് അവിടെ അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം അത്രയും പീസായിട്ട് വലിയ ബഹളങ്ങളോ ആൾത്തിരക്കുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നല്ല കാമായിട്ട് നമ്മുടെ മനസ്സിന് നല്ലോണം ഫീൽ ആവും കേട്ടോ. ഞാൻ നേരത്തെ ഫീൽ ആവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സമാധാനം ഫീൽ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അകത്തോട്ട് മെല്ലെ കയറിയപ്പോഴത്തേനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സാധനങ്ങള്, പിന്നെ ഇവിടുത്തെ കുറച്ച് ബിൽഡിങ്സ്, പിന്നെ കുട്ടികള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ഒരു അച്ചടക്കത്തോടും അത്രയും സൗണ്ട് ഇല്ലായ്മയോടും എന്തപ്പോ പറയാനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ വർണ്ണിക്കാന്ന്. അല്ലെങ്കിലും അതിനൊന്നും വർണ്ണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മള് എന്താ പറയാ, കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മളിത് ആസ്വദിക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് നിങ്ങളെല്ലാരും വന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ വർക്ക് പ്രഷറുള്ള ആൾക്കാര്, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ കുറച്ചു നേരം ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യുക. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ പോയി ഇരിക്കുക. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇരുന്നിട്ട് നമ്മളെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ വായിക്കാം, എവിടെയൊക്കെ ഇരുന്ന് വായിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ആ സംഭവത്തിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു എന്താ പറയാ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധി വരെ സഹായിക്കും, അതായത് മറക്കാനായിട്ട് സഹായിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സാധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഓരോരോ പേഴ്സണൽ എന്താ പറയാ നീഡ്സിനനുസരിച്ചിട്ടായിരിക്കും. എനിക്ക് എന്തായാലും ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇത് കണ്ടില്ലേ, ഇവിടെയാണ് സാധാരണ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ പോയിട്ടാണ് പ്രാർത്ഥിക്കുക, പിന്നെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തിരുന്നിട്ട് അവിടുത്തെ ഓരോരോ കാഴ്ചകളും അവിടുത്തെ ആ ചിത്രപ്പണികളും എല്ലാം നല്ലൊരു വൈബാണ് കേട്ടോ. എന്ന് വെച്ചാല് ഭയങ്കര പീസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കുക, ആരിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൂടെ വന്നവരോട് സംസാരിക്കാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തു. പിന്നെ ഓരോ സാധനങ്ങളും ഭയങ്കര സൂക്ഷ്മമായിട്ട് തന്നെ ഞാൻ നിരീക്ഷിച്ചു. പിന്നെ ഇത് വരുന്നവർക്കും പോരുന്നവർക്കൊക്കെ ചായ കുടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഒരു ഹോസ്റ്റൽ പോലെയാണ്. ഇവിടെ കുറെ പിള്ളേർ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഈ ഒരു മലേന്റെ മുകളിലായിട്ടാണ് കാണുന്നത്, നമ്മുടെ ഈ ഒരു മൊണസ്ട്രി കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഓരോരോ സാധനത്തിനും അല്ലെങ്കിൽ ഓരോരോ സംഭവത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ട് അല്ലെ. അതെന്തായാലും എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഞാൻ എന്തായാലും കുറച്ചു നേരം സമാധാനം ആഗ്രഹിച്ച് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് ചെന്നു. നമ്മളിപ്പോ ഏകദേശം നല്ല ഉയരത്തിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തണുപ്പാണ്. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ പേടി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ നിന്ന് വരുമ്പം അവിടെ നല്ല ചൂടും ഇവിടെ നല്ല തണുപ്പും. ഇത് കാരണം എനിക്ക് വല്ല റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹേ ഗായ്സ്, അപ്പോ എന്താ പറയാ, ഞാനിതാ റൂമിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ എത്തി എന്ന് വെച്ചാല് ഒരു ഈവനിങ് 4 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം, ഉഷാറായിരുന്നു. പ്രത്യേകിച്ച് ക്ഷീണവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിലേക്കും ഫാമിലീസിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.